ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിൽ നടന്നുവന്ന സെമിനാർ സമാപിച്ചു. ബോധി 2024 എന്ന പേരിൽ സംഘടിപ്പിച്ച മൾട്ടി ഡിസിപ്ലിനറി ദേശീയ സെമിനാറാണ് സമാപിച്ചത്. ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിൽ നടന്നുവന്ന ബോധി മൾട്ടി ഡിസിപ്ലിനറി ദേശീയ സെമിനാറിന് സമാപനമായി. സമാപന സമ്മേളനം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. ബോധി 2023 പ്രൊസീഡിംഗ്സ് പ്രകാശനം, സാക്ഷ്യപത്ര വിതരണോദ്ഘാടനം, എൻഡോമെന്റ് വിതരണം എന്നിവയും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നിർവഹിച്ചു. ശാസ്ത്ര സാങ്കേതികത്തിന്റെ വിസ്ഫോടന കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അത് മാത്രമല്ല, ഇപ്പൊ എന്റെ കാലഘട്ടത്തിൽ മുനിസിപ്പൽ കാലഘട്ടത്തിൽ അന്നത്തെ പഠിച്ചിരുന്ന വിദ്യാർത്ഥികളിൽ, പ്രത്യേകിച്ച് കോളേജിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥികളിൽ ഭൂരിഭാഗം പേരും പണിയെടുത്തിട്ടാണ് പഠിക്കാൻ പറ്റുന്നത്. എന്റെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ അത്ര കണ്ടില്ല, എന്നാലും പണിയെടുത്ത് പഠിക്കാൻ വരുന്ന കുറെ ആളുകളുണ്ട്. പക്ഷെ ഇപ്പോ ഞാൻ ചോദിക്കുന്നു, പണിയെടുത്തിട്ട് പഠിക്കാൻ വരുന്ന അപൂർവം ചില ആളുകളല്ലാതെ മറ്റാളുകളൊന്നും ഇല്ല. കാര്യം എന്താണ് കാര്യം? നമ്മുടെ രക്ഷകർത്താക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായി വിദ്യാർത്ഥികളുടെ പഠനം അറിയിക്കുകയാണ്. അത് ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളിന്റെ ആകട്ടെ, പണിയെടുക്കാൻ പോകുന്ന പണിക്കാരന്റെ ആവട്ടെ, കർഷകന്റെ ആവട്ടെ, ആരുടെ ആയാലും പണ്ഡിതന്റെയും പാവന്റെയും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട അഭ്യാസം എന്താ? എന്റെ മക്കളെ പഠിപ്പിക്കാൻ പറ്റുന്ന, പഠിക്കുന്നവരെ പഠിപ്പിക്കുക. പ്രിൻസിപ്പൽ ഡോക്ടർ KC പ്രകാശ് അധ്യക്ഷത വഹിച്ചു. കോളേജിനെ നല്ല ഒരു സ്ഥാപനമായി ഉയരങ്ങളിലേക്ക് എത്തിക്കുവാൻ ഞങ്ങൾ എല്ലാവരും പ്രതിജ്ഞാബദ്ധരാണ്. ഞങ്ങൾക്ക് വേണ്ട എല്ലാ പിന്തുണയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നൽകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ ബോധി സെമിനാറിന്റെ സാമ്പത്തിക സഹായത്തിന് വേണ്ടി ഞാൻ സമർപ്പിച്ച അപേക്ഷ അദ്ദേഹം പരിഗണിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. സാമ്പത്തിക ശാസ്ത്ര വിഭാഗം മേധാവി ഡോക്ടർ ലക്ഷ്മി ദേവി CS റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഡോക്ടർ സുശാന്ത് S സ്വാഗതം പറഞ്ഞു. ഡോക്ടർ SR അജേഷ്, ഡോക്ടർ രാധിക ജിനാഥ്, രാഗി RG, ഡോക്ടർ ജയന്തി S, ശ്രീജ R, മീനാക്ഷി BS, ആത്മൻ AV തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.